നമസ്കാരം. CPM-ന്റെ ആലപ്പുഴയിലെ പ്രമുഖനായ നേതാവാണ് ജി സുധാകരൻ. മുൻമന്ത്രിയായിരുന്നു. ദേവസ്വം വകുപ്പ്, അതുപോലെ PWD പൊതുമരാമത്ത് വകുപ്പ് ഒക്കെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തുറന്നു പറയും എന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്കും പിണറായി വിജയനുമൊക്കെ അനഭിമതനായത് എന്നത് മറ്റൊരു കാര്യം. പാർട്ടിക്കാർ തന്നെ പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ജി സുധാകരനെ പല രീതിയിൽ ഒതുക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂർ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്ന പരാതിയിൽ നടപടികൾ ഉണ്ടായി. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ഒരു വേദിയിൽ ജി സുധാകരൻ പറയുന്ന ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം വളരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ബോബി ചെമ്മണ്ണൂരിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇന്നലെ ഒരു പരമനാരിയെ അറസ്റ്റ് ചെയ്തല്ലോ, മൂന്നാമിന്റെ പേര് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ. പരമനാരിയല്ലേ? ഞാൻ 15 വർഷം കൊണ്ട് എന്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാരിയാണ്. ഇവന്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്താ, എന്തും ചെയ്യാമെന്നാണ്. പക്ഷെ അവൻ വരും പ്രാകൃതനും കാടനുമാണ്. അവനൊരു സംസ്കാരമേ ഉള്ളൂ, ലൈംഗിക സംസ്കാരം. അത് കുറെ കാലമായി പ്രയോഗിച്ചതുകൊണ്ട് കണ്ടക്കുട്ടികളുടെ കൊടുക്കാൻ ആരുമില്ലാതായി പോയിട്ട് കേട്ടത്. ഞങ്ങളാരും അറിഞ്ഞില്ല, കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ് ഞങ്ങൾ തട്ടിയത്, ഉറപ്പാണ്. എങ്ങനെ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി? ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി? ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത് എൻ്റെ മൊബൈലിലേക്ക് കുന്തമൊന്നുമില്ല, പഴയ ചെറിയ ഫോണാണ്. അപ്പം ഞാനിത് കാണാറുമില്ല. പക്ഷെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വൃത്തികേടാവും കാണിക്കുന്നത്. എന്തായാലും ഒരു വനിത, ഒരു ആക്ട്രസ്സാണ്. അവർ കേസ് കൊടുത്തു, പിന്നെ ശിക്ഷ കിട്ടി, പോലീസ് പിടിച്ചു. നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അവരെ ഹീറോയായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടെന്നറിയാം. അയാൾക്ക് പ്രത്യേക സംഘം ഇവിടെ. എന്തോന്ന് സംഘം? നിയമവിരുദ്ധമാണത്. അയാൾ അറസ്റ്റ് ചുമയുള്ള ഒറ്റ പോസ്റ്റ് ഇടുമ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? സ്യൂ പോട്ടോ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ആരും പരാതി കൊടുക്കണ്ടല്ലോ. അറസ്റ്റ് ചെയ്തോ? പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. തന്നെ അവമാനിച്ചത് കണ്ട ആ സ്ത്രീ, അതുപോലെ മറ്റു പല സ്ത്രീകളെ അവമാനിച്ചു. അവരാരും അടങ്ങിയില്ല. അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു. എന്തായാലും പോലീസ് അനങ്ങി. കോടതി പോകുന്നതിന് അറസ്റ്റ് ചെയ്തു. ഇപ്പം ഇന്ന് നമ്മളെല്ലാം കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിൽ നടക്കുകയല്ലേ. നമ്മളെല്ലാത്തിനും മുമ്പിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇതിനും നമ്മൾ മുമ്പിലല്ലേ? വൃത്തികളും നമ്മൾ മുമ്പിലല്ലേ? ഒരിക്കലും നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. നമ്മളെല്ലാത്തിനും മുമ്പിലാണ്. നമ്മളെല്ലാത്തിനും മുമ്പ്. ആര് പറഞ്ഞ് നമ്മളെല്ലാത്തിനും മുമ്പിലാണെന്ന്? നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ്. അതൊന്ന് പറഞ്ഞാൽ മതി. ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്നത് നല്ലത് പോലെ. പൊങ്ങച്ചം പതച്ചനും പൊള്ളവാചവും ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ? പറയുന്ന ദിവസമേ ഉള്ള ആയുസ്, അടുത്ത ദിവസം പോയി. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് അവൻ ഒരു പരമനാറിയാണ്, ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാത്തിലും നമ്പർ 1 ആണ് കേരളം എന്ന് പറയുന്നു. ഏതിലാണ് നമ്പർ 1? ഇത്തരം കാര്യങ്ങളിലാണോ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ഒരു വേള പിണറായി സർക്കാരിനിട്ട് ഒളിച്ചു നിന്ന് അല്ലെങ്കിൽ പുറകിൽ കൂടി ഒരു കൊട്ടു കൊടുത്തതല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം എല്ലാത്തിലും നമ്പർ 1 ആണ് എന്ന് ഇവിടെ പത്രത്തിൽ ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്തുകൊണ്ട് PR വർക്കും നടത്തിക്കൊണ്ട് ആരോഗ്യ കേരളം നമ്പർ 1, അതുപോലെ വിദ്യാഭ്യാസ കേരളം നമ്പർ 1. അപ്പോൾ ഇത്തരം സ്ത്രീകളെ അപമാനിക്കുന്ന കാര്യങ്ങളിലും അതുപോലെ നടപടിയെടുക്കാൻ വൈകുന്ന കാര്യങ്ങളിലും, കാരണം ഈ വിഷയത്തിൽ സ്വമേധയാ പോലീസിന് കേസെടുത്തുകൂടായിരുന്നോ, കോടതിക്ക് കേസെടുത്തുകൂടായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ജി സുധാകരൻ ഈ പ്രസംഗത്തിന് മധ്യേ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും കാലതാമസം ഉണ്ടായത് എന്തിന്? പരാതിക്കാരി പരാതി കൊടുക്കാൻ നോക്കി നിന്നത് എന്തിന്? ഇത് ഒരു ലൈംഗിക അധിക്ഷേപമല്ലേ? എന്തുകൊണ്ട് സ്വമേധയാ കേസെടുത്തില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ജി സുധാകരൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു നടപടിക്രമം ഇവിടെ ഇല്ലേ? നിയമവ്യവസ്ഥയെ മാനിക്കുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് കർശനമായ നടപടി സ്വീകരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ പോലീസിലും മറ്റും ഇല്ലേ എന്ന ചോദ്യം കൂടി ജി സുധാകരൻ ഉന്നയിക്കുന്നുണ്ട്. അത് സർക്കാരിനിട്ട് ഒരു കൊട്ട് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാര്യമാണ്. ഈ വിഷയത്തിൽ നേരത്തെ കേസെടുക്കാമായിരുന്നു. ഈ വിഷയം നേരത്തെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാമായിരുന്നു. നിയമ നടപടി സ്വീകരിക്കാമായിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂര് ബിസിനസ്സുകാരനായതുകൊണ്ട്, വ്യവസായി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം പണമുള്ളത് കൊണ്ടൊക്കെയാണോ എന്ന സംശയം കൂടി ഇതിനിടയിലൂടെ
ജി സുധാകരൻ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു ശബ്ദശകലം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമ്മുടെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കൂടുതൽ ചർച്ച ചെയ്യുകയും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക്, നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുകയും ചെയ്യണം, എത്രയും പെട്ടെന്ന് കടക്കുകയും ചെയ്യണം. സ്ത്രീക്ക് നീതി കിട്ടണം, ഏത് വിഷയത്തിലായാലും സ്ത്രീ മുന്നിൽ തന്നെ നിൽക്കണം എന്നുള്ള, സ്ത്രീകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉള്ള ഒരു ഫെമിനിസ്റ്റ് പരാമർശമായിട്ട് കൂടി നമുക്ക് ഇതിനെ കാണേണ്ടി വരും. എന്തായാലും ജി സുധാകരന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ നിയമ സംവിധാനത്തിന് കീഴിൽ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുധാകരൻ പറഞ്ഞതുപോലെ എല്ലാത്തിലും നമ്പർ 1 എന്ന് പറയുന്നത് പോലെ സ്ത്രീകളെ അപമാനിക്കുന്ന കാര്യത്തിലും കേരളം നമ്പർ 1 ആണോ എന്ന സംശയം ജനിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായത് എന്ന് പറയുന്നു. നിയമത്തിന്റെ കീഴിലുള്ള കാര്യമാണ്, അധികം വിശദീകരിക്കുന്നില്ല. ജി സുധാകരൻ പറയുന്നത് പോലെ എല്ലാത്തിലും കൃത്യമായ ഇടപെടലും നിയമപരമായ ഇടപെടലും ഒക്കെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ, സാമൂഹ്യ വിഷയങ്ങളിൽ, സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.